ബംഗ്ലാദേശ് പ്രധാനമന്ത്രിയായിട്ടുള്ള ഷെയ്ഖ് ഹസീന ഏതാണ്ട് അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ട് നമ്മുടെ ഇന്ത്യയിലെത്തി അവർ അഭയം പ്രാപിച്ചിരിക്കുകയാണ്. ഏതാനും ദിവസങ്ങൾ അവർ ഇന്ത്യയിലുണ്ടാവും. അത് കഴിഞ്ഞിട്ട് അവർ ലണ്ടനിലേക്ക്, അതായത് ബ്രിട്ടനിലേക്ക് പോകും എന്നാണ് നമുക്കറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. അപ്പോൾ അവിടെ ഈ ഷെയ്ഖ് ഹസീനക്ക് ഏറ്റവും ഒടുവിൽ അവിടെ ഒരിക്കൽ കൂടി രാജ്യത്തൊന്ന് അഭിസംബോധന ചെയ്ത് സംസാരിക്കണം, ഏറ്റവും കുറഞ്ഞ പക്ഷം ഒരു വീഡിയോ എങ്കിലും റെക്കോർഡ് ചെയ്യണം ജനങ്ങളോടുള്ള മെസ്സേജായിട്ട് എന്ന് പറഞ്ഞിരുന്നു. പക്ഷേ അതിന് പോലും കാത്തു നിൽക്കാൻ സമയമില്ല. എത്രയും പെട്ടെന്ന് ഇവിടുന്ന് പോകണം എന്നാണ് അവിടുത്തെ സൈനിക മേധാവിയായിട്ടുള്ള വാക്കർ ഉസ് സമാൻ അദ്ദേഹത്തെ ഇവരോട് പറഞ്ഞത്. അങ്ങനെ ഏതാണ്ട് 45 മിനിറ്റിനുള്ളിൽ തന്നെ അവിടെ നിന്ന് രക്ഷപ്പെടുകയാണ് ഉണ്ടായിട്ടുള്ളത്. നമുക്കറിയാം, അതിനുശേഷം അവരുടെ വീട് ആക്രമിച്ച് അകത്ത് കയറുകയും അവിടെ അകത്ത് നിന്ന് ആളുകൾ സാരി എടുത്ത് കൊടുക്കുകയും പിന്നെ കസേരയിലിരുന്ന് വീഡിയോ വലിക്കുകയൊക്കെ ചെയ്യുന്ന ദൃശ്യങ്ങളടക്കം ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ പ്രചരിച്ചിട്ടുണ്ട്. ഇതിനു മുൻപ് അവർ നാഷണൽ ടെലിവിഷനിൽ ചെന്ന് ഒരു ആളുകളോട് സംസാരിച്ചതിൻ്റെ തൊട്ടടുത്ത ദിവസം തന്നെ ആ നാഷണൽ ടെലിവിഷൻ്റെ ഓഫീസ് തന്നെ ആളുകൾ കത്തിക്കുന്നൊരവസ്ഥയുണ്ടായി. അപ്പോൾ ഇത്തരത്തിലുള്ളൊരു കാര്യം സംഭവിച്ചു. അത് കേരളത്തിലുമൊക്കെ വലിയ അലയൊലികൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ മൗദൂദി പ്രസ്ഥാനങ്ങളായിട്ടുള്ള, അതായത് ഇവിടെ ജമാഅത്തെ ഇസ്ലാമിയുടെ പ്രസ്ഥാനങ്ങളാണ്, അവിടെയും ജമാഅത്തെ ഇസ്ലാമിയുണ്ട്. ആ ജമാഅത്തെ ഇസ്ലാമി കുറേ കൂടി തീവ്ര സംഘടനയാണ്. അവരെ നിരോധിച്ചതാണ് കഴിഞ്ഞ ആഴ്ച. നേരത്തെ തന്നെ അവരെ നിരോധിച്ചിരുന്നു. അവരുടെ പകുതിയിലധികം വരുന്ന നേതാക്കളെ തൂക്കിലേറ്റിയിരുന്നു. പക്ഷെ അതിനൊക്കെ ശേഷം അവിടെയുള്ള അതിൻ്റെ യുവജന പ്രസ്ഥാനത്തെയും അവരുടെ വിദ്യാർത്ഥി വിങ്ങിനെയും കൂടി നിരോധിക്കുകയാണ് ഉണ്ടായിട്ടുള്ളത്. സോ അതും കൂടി ഇവർക്കെതിരെയുള്ള പ്രക്ഷോഭണത്തിന് ട്രിഗർ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് നമുക്കറിയാവുന്നൊരു കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ മീഡിയ വണ്ണും മാധ്യമവും ഒക്കെ വലിയ ഉത്സാഹത്തിലും ആവേശത്തിലുമാണ്. ഇത് കൂടാതെ നമ്മുടെ കേരളത്തിലെ പല രാഷ്ട്രീയക്കാർക്കും അല്ലെങ്കിൽ ഇന്ത്യയിലെ തന്നെ രാഷ്ട്രീയക്കാർക്കും, അത് മോദി ആണെങ്കിലും പിണറായി വിജയനാണെങ്കിലും ഒക്കെ ഷെയ്ഖ് ഹസീനയുടെ വീഴ്ചകളിൽ നിന്ന് പാഠങ്ങൾ പഠിക്കാനുണ്ട്. നമ്മളെപ്പോഴും പാഠങ്ങൾ പഠിക്കേണ്ടത് അങ്ങനെയാണല്ലോ. നമ്മൾ പോയൊരു ഗട്ടറിൽ വീണിട്ടല്ല പഠിക്കേണ്ടത്. പകരം ഫ്രണ്ടിൽ പോയൊരാൾ ഒരു റോഡിലുള്ള ഒരു ഗട്ടറിൽ വീണാൽ അവിടെ ഗട്ടറുണ്ട് എന്ന് മനസ്സിലാക്കുകയും വഴിമാറി നടക്കുകയും ചെയ്യേണ്ട ഉത്തരവാദിത്വം നമുക്കുണ്ട്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ വീഡിയോ ഞാൻ അവർക്ക് വേണ്ടിയിട്ടുള്ളതാണ്. ഇതിൽ ചില സാമ്യതകളുണ്ട് ഈ പറയുന്ന ഷെയ്ഖ് ഹസീനയുടെ വീഴ്ചയുമായി ബന്ധപ്പെട്ട്. എന്താണ് അവരുടെ ഭരണം 3 കൊല്ലം, അതായത് 15 കൊല്ലം കണ്ടിന്യൂസ്ലി ഭരിച്ചപ്പോഴേക്കും എങ്ങനെയാണ് അവർ താഴേക്ക് ഇത്രമാത്രം അധപ്പതിച്ചത് അല്ലെങ്കിൽ ഇത്രമാത്രം താഴേക്ക് വീണ് പോയത്? അതിന് സാഹചര്യമായിട്ടുള്ള മറ്റ് കാരണങ്ങളൊക്കെ ഉണ്ടാകാം അവരുടേതല്ലാത്ത, പക്ഷെ അവരും കൂടി അതിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്, സംഭാവന ചെയ്തിട്ടുണ്ട്. അതുകൂടി കൊണ്ടാണ് മറ്റ് ശക്തികൾക്കെല്ലാം ഇവർക്കെതിരെ ഇത്രമാത്രം വാളെടുക്കാനും അവർക്കൊരു സുപ്രഭാതത്തിൽ 76-ാമത്തെ വയസ്സിൽ ഒരു പ്രധാനമന്ത്രിക്ക് സ്വന്തം രാജ്യം വിട്ട് ഓടേണ്ട ഒരു അവസ്ഥയും ഉണ്ടായത്. അതിൻ്റെ യഥാർത്ഥ കാരണങ്ങൾ എന്താണെന്ന് നമുക്ക് ഒന്ന് വിശകലനം ചെയ്യാം. ഒന്നാമത്തെ കാരണം, ബംഗ്ലാദേശ് എന്ന് പറയുന്നത് അവിടെ അവാമി ലീഗ് എന്ന് പറയുന്ന ഒരു പാർട്ടിയാണ് ഭരിച്ചത്. ബംഗ്ലാദേശ് അവാമി ലീഗ് എന്ന് പറയുന്ന ആ അവാമി ലീഗ് എന്ന് പറയുന്ന ഈ പറയുന്ന ഷെയ്ഖ് ഹസീനയുടെ പാർട്ടി അതൊരു പാർട്ടി സ്റ്റേറ്റാക്കി മാറ്റി എന്നുള്ളതാണ്. എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ ഭരണം നടത്തുന്നത് കൊണ്ട് ആകെ പ്രയോജനമുണ്ടായിട്ടുള്ളത് ഈ അവാമി ലീഗിൻ്റെ പ്രവർത്തകർക്കാണ്. ഇപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണല്ലോ 30% സംവരണം കൊണ്ടുവന്നത്. അതായത് സ്വാതന്ത്ര്യ സമര സേനാനികളുടെ, ലിബറേഷൻ വാറിൽ പങ്കെടുത്തവരുടെ മക്കൾക്കും കൊച്ചുമക്കൾക്കുമായിട്ട് സംവരണം കൊണ്ടുവന്നു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ പാർട്ടിക്കാർക്ക് വേണ്ടിയിട്ടാണ്. ആ സംവരണത്തിൽ തന്നെ ഏതാണ്ട് 60,000-ത്തിലധികം പരാതികൾ വന്നു. കാരണം അതിൽ പല കൈകടത്തലുകളും ഇതാരാണെന്ന് നിശ്ചയിക്കുന്നതുമൊക്കെ തന്നെ പാർട്ടിയുടെ ഏറ്റവും താഴേക്കുള്ള ഘടകം മുതൽ ജില്ലാ കമ്മിറ്റികൾ മുതൽ അങ്ങ് മുകളിലുള്ള ഘടകം വരെയായി. എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അബ്സല്യൂട്ട്ലി പരിപൂർണമായും ബംഗ്ലാദേശ് എന്ന് പറയുന്നത് ഒരു പാർട്ടിക്കാരുടെ മാത്രം സ്റ്റേറ്റായിട്ട് മാറി എന്നുള്ളതാണ് വാസ്തവം. അപ്പോൾ ഇതാണ് ഒരു കാര്യം. ഇതൊക്കെ ഇപ്പോൾ കേൾക്കുമ്പോൾ ചിലപ്പോൾ കേരളത്തിലുള്ള ചില കാര്യങ്ങളുമായിട്ട് നിങ്ങൾക്ക് സാമ്യം തോന്നിയാൽ അത് യാദൃശ്ചികമല്ല, മനഃപൂർവ്വമാണെന്നാണ് എനിക്ക് പറയാനുള്ളത്. രണ്ടാമത്തത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ കറപ്ഷനാണ്. അതായത് അവിടുത്തെ പാർട്ടിയുടെ ഏറ്റവും താഴെത്തലം മുതൽ മുകളിലുള്ള ആളുകൾ വരെ അങ്ങേയറ്റം കറപ്റ്റ് ആവുകയും ഈ ഷെയ്ഖ് ഹസീന വാജിദ് എന്ന് പറയുന്ന പ്രധാനമന്ത്രി തന്നെ കറപ്ഷൻ്റെ ആളായി മാറുകയും അവർ ധാരാളം പണം മറ്റു വിദേശ രാജ്യങ്ങളിലൊക്കെ കുന്നുകൂട്ടിയിട്ടുണ്ടെന്നുള്ള അറിവുകൾ നമുക്ക് കിട്ടുന്നു. ഇവരുടെ ഏറ്റവും തൊട്ടടുത്ത അനിയത്തിയായിട്ടുള്ള ഷെയ്ഖ് റഹാന എന്ന് പറയുന്നയാൾ അവർ ഒരു UK പാസ്പോർട്ട് കൈവശം വെക്കുന്ന UK പൗരത്വമുള്ള ഒരാളാണ്. ആ UK പൗരത്വമുള്ള ഷെയ്ഖ് റഹാന എന്ന് പറയുന്നത് ഇതുപോലെ തന്നെ അഴിമതിയിലൂടെ കോടിക്കണക്കിന് രൂപ അവർ സമ്പാദിച്ചിട്ടുണ്ടെന്നും അത് മറ്റ് രാജ്യങ്ങളിൽ ഇതുപോലെ വലിയ പ്രശ്നമൊന്നുമില്ലാത്ത രാജ്യങ്ങൾ നമുക്കറിയാം, ആ രാജ്യങ്ങളിൽ ഇതുപോലെ പണം പാർക്ക് ചെയ്തിരിക്കുകയാണ് എന്നുമാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. അപ്പോൾ അത്തരത്തിൽ ഒന്ന്, ഏറ്റവും ആദ്യം ഇതൊരു പാർട്ടി സ്റ്റേറ്റാക്കി മാറ്റിയെങ്കിൽ, രണ്ടാമത്തേത് ഏറ്റവും താഴെത്തലം മുതൽ ഏറ്റവും മുകളിലിരിക്കുന്ന ആളുകൾ വരെ അങ്ങേയറ്റത്തെ കറപ്ഷൻ, അഴിമതി കൊണ്ട് മൂടി എന്നുള്ളതാണ്.
പിന്നെ മൂന്നാമത്തെ കാര്യമെന്ന് പറയുന്നത്, അവാമി ലീഗ് എന്ന് പറയുന്നൊരു പാർട്ടി, പലപ്പോഴും അവാമി ലീഗിൻ്റെ ഒരു വ്യക്തിത്വം എന്ന് പറയുന്നത്, അവാമി ലീഗ് കുറേ കൂടി ലിബറലായിട്ടുള്ള, കുറേ കൂടി ഒരു മതേതരത്വമൊക്കെ നിലനിൽക്കുന്ന, അല്ലെങ്കിൽ അതിനോട് ചേർക്കുന്ന ഒരു പാർട്ടിയാണെങ്കിൽ, ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടി എന്ന് പറയുന്ന അവരുടെ ഒപ്പോണൻ്റ് ആയിട്ടുള്ള ഏറ്റവും ഖാലിദ സിയുടെയൊക്കെ പാർട്ടി, അതായത് അവരുടെ പാർട്ടി പലപ്പോഴും ജമാഅത്തെ ഇസ്ലാമിയുമായും അത്തരത്തിലുള്ള എക്സ്ട്രീം ഇസ്ലാമിക് ഓർഗനൈസേഷൻ ഐഡിയോളജിയുള്ള ഇസ്ലാമിക് ഓർഗനൈസേഷനുമായിട്ട് ചേർന്ന് നിന്നിരുന്ന ഒരാളാണ്. പക്ഷേ അവാമി ലീഗ് പോലും ചില സമയത്തൊക്കെ തന്നെ ഈ പറയുന്ന സ്വന്തം നിലപാടുകൾ ബലി കഴിച്ചുകൊണ്ട് ഹഫാസത്തെ ഇസ്ലാമി എന്ന് പറയുന്ന ചില എക്സ്ട്രീമായിട്ടുള്ള ഒരു റാഡിക്കൽ ഇസ്ലാമിസ്റ്റ് ഗ്രൂപ്പുകൾ ആയിട്ടൊക്കെ തന്നെ, അല്ലെങ്കിൽ വളരെ ഓർത്തഡോക്സ് ആയിട്ടുള്ള യാഥാസ്ഥിതിക ഇസ്ലാമിക് ഗ്രൂപ്പുകളുമായൊക്കെ പാർട്ടിയുമായിട്ടൊക്കെ തന്നെ കൈകോർക്കാനും പലപ്പോഴും ജമാഅത്തെ ഇസ്ലാമിയെ പോലെയുള്ള ആളുകളെ എതിർക്കാൻ അതിനേക്കാൾ വലിയ വിഷയങ്ങളെ കൂട്ടുപിടിക്കുകയും ചെയ്യുന്ന പണിയാണ് ഈ പറയുന്ന അവാമി ലീഗ് ചെയ്തത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, താൽക്കാലികമായ നേട്ടങ്ങൾക്ക് വേണ്ടിയിട്ട് ചില ഐഡിയോളജികളിൽ, അവരുടെ ആശയങ്ങളിൽ വെള്ളം ചേർത്തതിൻ്റെ ഫലമാണ് ശരിക്കും അവാമി ലീഗ് ഇപ്പോൾ അനുഭവിക്കേണ്ടി വന്നിട്ടുള്ളത്. പിന്നെ നമുക്കറിയാം അടുത്തത് എന്ന് പറയുന്നത്, ഇതിനെയൊക്കെ വിമർശിക്കുന്ന ആളുകളെ അവരെങ്ങനെ നേരിട്ടു എന്നുള്ളതാണ്. വിമർശിക്കുന്ന ആളുകളെ നമ്മുടെ കേരളത്തിലൊക്കെ പലപ്പോഴും നേരിട്ടത് പല സോഷ്യൽ മീഡിയ ആളുകളെയും ഒക്കെ തന്നെ അതിനിശ്ചിതമായി വേട്ടയാടുന്ന ഒരു സമീപനമാണ് നമ്മുടെ കേരളത്തിലെ ഗവൺമെൻറ്റൊക്കെ തുടർന്നു വരുന്നത്. അപ്പോൾ ഏതാണ്ട് അതിൻ്റെയൊക്കെ ഒരു 5000 ഇരട്ടിയിലാണ് ഷെയ്ഖ് ഹസീന അവിടെ ചെയ്തുകൊണ്ടിരുന്നത്. അവിടെ എല്ലായ്പ്പോഴും ആരാണോ ഭരണത്തിൽ വരുന്നത് പ്രതിപക്ഷത്തെ വേട്ടയാടുക എന്നുള്ളത് അവിടുത്തെ ഒരു സാധാരണ പതിവ് രീതിയാണ്. ഇപ്പോൾ അവിടുത്തെ ഏറ്റവും വലിയ ഒപ്പോസിഷൻ പാർട്ടി എന്ന് പറയുന്നത് BNP എന്ന് പറയുന്ന ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടി എന്ന് പറഞ്ഞ പാർട്ടിയാണ്. ഖാലിദ സിയയുടെ പാർട്ടിയാണ്. ആ ഖാലിദ സിയയുടെ പാർട്ടി ഖാലിദ സിയയെ തന്നെ ഏതാണ്ട് 17 കൊല്ലം ഇപ്പോൾ പല പല കേസുകളിൽ ശിക്ഷിച്ചുകൊണ്ട് അവരെ ജയിലിലിട്ടേക്കുകയായിരുന്നു. അതുകൂടാതെ നിങ്ങളറിയേണ്ടത്, ഈ പറയുന്ന ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കളടക്കം, ഏറ്റവും താഴേക്കിടയിലുള്ള നേതാക്കളടക്കമുള്ള ആളുകളെ 40 ലക്ഷത്തോളം കേസുകളാണ് ഈ പറയുന്ന ബംഗ്ലാദേശ് നാഷണൽ പാർട്ടിയുടെ എടുത്തിട്ടുള്ളത്. അവിടുത്തെ മൊത്തം ജനസംഖ്യ എന്ന് പറയുന്നത് ഏതാണ്ട് 17 കോടിയാണെന്ന് നിങ്ങൾ ഓർക്കണം. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഈ പറയുന്ന പോലെ 40 ലക്ഷത്തോളം കേസുകൾ അവർക്കെതിരെ എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ഒരു പ്രതിപക്ഷത്തെ ഡീൽ ചെയ്യുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഇനി മറ്റൊരു ഉദാഹരണം കൂടി പറയാം നിങ്ങളോട്. 2006 ബംഗ്ലാദേശിൽ നിന്ന് നൊബേൽ പ്രൈസ് കിട്ടിയിട്ടുള്ള ഒരാളാണ് മുഹമ്മദ് യൂനുസ് എന്ന് പറയുന്നത്. അദ്ദേഹം നോബൽ ലൊറേറ്റ് ആണ്. അദ്ദേഹം തുടങ്ങിയിട്ടുള്ള ഒരു സ്മോൾ സ്കെയിൽ മൈക്രോ ബാങ്കിങ് സ്ഥാപനങ്ങളുണ്ട്. ആ സ്ഥാപനത്തിനും കൂടി ഒരുമിച്ചാണ് ഈ നൊബേൽ പ്രൈസ് കിട്ടിയത്. അത് നമ്മുടെ ഇസാഫൊക്കെ പോലെയുള്ള ബാങ്കാണ്. അതായത് സാധാരണക്കാരായ ആളുകളെ സഹായിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ബാങ്കാണ്. അപ്പോൾ അത്തരത്തിൽ വളരെ ആളുകൾ അഭിമാനത്തോടു കൂടി കാണുന്ന മുഹമ്മദ് യൂനസിനെ പോലെയുള്ള 80 വയസ്സ് കഴിഞ്ഞ് അദ്ദേഹത്തിനെതിരെ എടുത്തിരിക്കുന്നത് ഈ 171 കേസുകളാണ്. ആ 171 കേസുകൾ എടുക്കുകയും ഒരു കേസിൽ അദ്ദേഹത്തെ 6 മാസത്തോളം ശിക്ഷിക്കുകയും ചെയ്ത് അദ്ദേഹമടക്കം ജയിലിലാണ്. പിന്നെ ജമാഅത്തെ ഇസ്ലാമിയുടെ നേതാക്കന്മാരെ നമ്മൾ പറയേണ്ട കാര്യമില്ല. അവരിൽ ഏതാണ്ട് പകുതിയോളം നേതാക്കന്മാർ തന്നെ വധശിക്ഷയ്ക്ക് വിധേയരാക്കിയിട്ടുണ്ട്. കാരണം അവരും കുറേ എക്സ്ട്രീം ഐഡിയോളജികൾ മനസ്സിൽ കൊണ്ടു നടക്കുന്ന കുറച്ചുകൂടി തീവ്ര ഇസ്ലാമിക് നിലപാടുകളുള്ള ആളുകളാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ആളുകൾക്കെതിരെ പോലും ഞാൻ പറയുന്നത് പ്രതിപക്ഷത്തിനെതിരെ പോലും വലിയ തോതിൽ ഈ ഒരു വൈര്യനിരാധന ബുദ്ധിയോടുകൂടിയുള്ള അങ്ങേയറ്റം എക്സസീവായിട്ടുള്ള കുറേ കൂടി അതിര് കടന്നിട്ടുള്ള നടപടികളാണ് എടുത്തത്. കൂടാതെ പലപ്പോഴും പോലീസിനെ തന്നെ കയറൂരി വിടുന്ന ഒരവസ്ഥയുണ്ടായി. നമുക്കറിയാമല്ലോ, ഇപ്പോൾ ഇവിടെ പോലീസുകാർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ പിണറായി വിജയൻ്റെ ഗഡ്മാനായിട്ടുള്ള അനിൽകുമാർ ഒരാവശ്യമില്ലെങ്കിലും അദ്ദേഹം ചെന്ന് ഈ പറയുന്ന നവകേരള ബസ് തടയാൻ നോക്കിയിട്ടുള്ള ആളുകളെ അടിക്കുന്ന ഒരു ദൃശ്യം നമ്മൾ കണ്ടു. അപ്പോൾ അതിൻ്റെയൊക്കെ ഏതാണ്ട് ഒരു 500 ഇരട്ടി കൂടുതലായിട്ടുള്ള ഒരു പരിപാടിയാണ് അവിടെ അവാമി ലീഗിൻ്റെ പാർട്ടിക്കാർ നടത്തിക്കൊണ്ടിരുന്നത്. അതായത് നമ്മുടെ ഷെയ്ഖ് ഹസീന നടത്തിക്കൊണ്ടിരുന്നത്. ആ പോലീസിനെ എക്സസീവായിട്ടുള്ള പവർ കൊടുക്കുകയും ആരുടെ വേണമെങ്കിലും നെഞ്ചത്ത് എറിക്കുകയും ആര് വേണമെങ്കിലും ആക്രമിച്ചോളൂ എന്ന് പറഞ്ഞ് കൈയച്ച് കയറൂരി അങ്ങോട്ട് വിടുകയാണ് ചെയ്തിട്ടുള്ളത്. ഇനി അടുത്തൊരു കാര്യം കൂടിയുള്ളത്, ഇതെല്ലാം കൂടാതെ ഇത്രയും ദ്രോഹങ്ങളൊക്കെ ചെയ്യുന്നത് കൂടാതെ
അവാമി ലീഗ് ഇപ്പോൾ ഏറ്റവും ഒടുവിലുണ്ടായിട്ടുള്ള പ്രക്ഷോഭത്തിൽ പോലും, അതായത് സംവരണ വിരുദ്ധ പ്രക്ഷോഭമായി തുടങ്ങിയതാണെങ്കിൽ പോലും അത് യഥാർത്ഥത്തിൽ ഈ പറയുന്ന ഷെയ്ഖ് ഹസീനക്കെതിരെയുള്ള വലിയ രൂക്ഷമായിട്ടുള്ള പ്രക്ഷോഭമായിരുന്നു. കാരണം ആൻറ്റി ഇൻകുംബൻസി എന്ന് പറയുന്നത്, അതായത് ഭരണവിരുദ്ധ വികാരം എന്ന് പറയുന്നത് അതിൻ്റെ പീക്കായിരുന്നു. ആ പീക്കായപ്പോഴാണ് ഇത്തരം നടപടികളുമായും ഒരു അയൺ മസിൽസ് ഒക്കെ കൊണ്ട് ഇവരെ അടിച്ചമർത്താമെന്നുള്ള രീതിയിൽ ഷെയ്ഖ് ഹസീന മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ അതിൽ ഇനി അടുത്തൊരു കാര്യം കൂടിയുള്ളത്, ഇതെല്ലാം കൂടാതെ ഇവരുടെ വിദ്യാർത്ഥി വിഭാഗമാണ് ഛാത്ര ലീഗ് എന്ന് പറയുന്നത്. കൂടാതെ ഇവരുടെ പാർട്ടിക്കാരോടും യുവജന സംഘടനകളോടുമെല്ലാം തന്നെ ഈ പ്രക്ഷോഭകാരികളെ, പോലീസിനെയും അർദ്ധ സൈനിക വിഭാഗത്തെയും ഒക്കെ വിടുന്നത് കൂടാതെ, റാപ്പിഡ് ആക്ഷൻ ഫോഴ്സിനെയും ഒക്കെ വിടുന്നത് കൂടാതെ സ്വന്തം പാർട്ടിക്കാരോടുകൂടി ഇവരെ അടിച്ച് തകർത്തോളാനും ഈ സമരത്തെ ഇല്ലായ്മ ചെയ്യാനുമാണ് ഷെയ്ഖ് ഹസീന പറഞ്ഞത്. ഇത് പറയുമ്പോൾ നിങ്ങൾക്ക് ചില കാര്യങ്ങൾ ഓർമ്മയുണ്ടാവും. ചില പൂച്ചട്ടി പ്രയോഗങ്ങളും അതുപോലെ ഡിവൈഎഫ്ഐക്കാർ മുഖ്യമന്ത്രിക്ക് സംരക്ഷണം കൊടുത്തതുമൊക്കെ നിങ്ങൾക്ക് ഓർമ്മയിൽ വന്നേക്കാം. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇത്തരത്തിലുള്ള സംഭവ വികാസങ്ങളെല്ലാം തന്നെ നമ്മുടെ ഇവിടുത്തെ രാഷ്ട്രീയക്കാർക്കും പിണറായി വിജയനും നരേന്ദ്രമോദിക്കുമടക്കം ഇന്ത്യയിലെ രാഷ്ട്രീയക്കാർക്കെല്ലാം പഠിക്കാൻ കഴിയുന്ന ഒരു കാര്യമാണ് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. അതായത് പ്രതിപക്ഷത്തെ അങ്ങോട്ട് ഇല്ലായ്മ ചെയ്തുകൊണ്ട് 2024 ജാനുവരിയിൽ നടന്നിട്ടുള്ള തെരഞ്ഞെടുപ്പിൽ തന്നെ ഷെയ്ഖ് ഹസീനയുടെ പാർട്ടി ജയിച്ചത് 222 സീറ്റുകളിലേക്കാണ്. 11 സീറ്റുകളിലേക്ക് ജാതീയ പാർട്ടി എന്ന് പറയുന്ന അവിടെ നിലവിലുള്ള ഒരു പാർട്ടിയാണ് ജയിച്ചത്. പക്ഷെ അതുകൂടാതെ 62 സീറ്റിലേക്ക് ജയിച്ചത് സ്വതന്ത്രന്മാരാണ്. ഈ സ്വതന്ത്രന്മാരെ ഒരു പ്രതിപക്ഷമുണ്ട് എന്ന് കാണിക്കാൻ വേണ്ടി ഷെയ്ഖ് ഹസീന ചെയ്ത പണിയാണ്. കാരണം പ്രധാനപ്പെട്ട ജമാഅത്തെ ഇസ്ലാമിയും അതുപോലെ തന്നെ ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടിയും പോലെയുള്ള വലിയ പാർട്ടികളൊക്കെ തന്നെ ഈ ഇലക്ഷനെ ബോയ്ക്കോട്ട് ചെയ്യുകയാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഇത്തരത്തിലുള്ള ബോയ്ക്കോട്ട് ചെയ്യുന്ന ഈ ആളുകളെ അവരെ പ്രതിപക്ഷമുണ്ടെന്ന് കാണിക്കാൻ വേണ്ടി കുറച്ച് സ്വതന്ത്രന്മാരെ നിർത്തുകയും അവർക്കെല്ലാവർക്കും ഒരേ ചിഹ്നം വരികയും ഒക്കെ ചെയ്യുന്ന അഭൂതപൂർവമായൊരു കാഴ്ചയാണ് ഉണ്ടായിട്ടുള്ളത്. അങ്ങനെ 40% ആളുകൾ മാത്രം വോട്ട് ചെയ്തിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പിൽ ഈ ജനത്തെ പറ്റിക്കാമെന്ന് വിചാരിക്കുമ്പോൾ ഷെയ്ഖ് ഹസീന മറന്നുപോയൊരു കാര്യം, ഷെയ്ഖ് ഹസീനയുടെ അവാമി ലീഗിൻ്റെ പാരമ്പര്യം ഒന്നും അറിയാത്ത ചെറുപ്പക്കാരായ 15 വയസ്സിനും 30 വയസ്സിനും അടക്കമുള്ള 29% പേരടങ്ങുന്ന ഒരു സൊസൈറ്റി ആയിരുന്നു ബംഗ്ലാദേശ് എന്ന് പറയുന്ന രാജ്യം. ആ രാജ്യത്ത് ഈ കഴിഞ്ഞ അവർ ഏറ്റവും പുതിയതായി വന്നേക്കുന്ന ചെറുപ്പക്കാർ കണ്ടിട്ടുള്ളത് ഷെയ്ഖ് ഹസീനയുടെ ഭരണം മാത്രമാണ്. ആ ഭരണത്തിൽ അവർക്ക് വോട്ട് ചെയ്യാൻ കഴിയാത്തതാണ് അവർ കാണുന്നത്. അത്തരത്തിലുള്ള ഡിക്റ്റേറ്റർമാർ അധിക കാലം വാഴില്ല എന്നുള്ളത് നമ്മളെ പതുക്കെയെങ്കിലും കേരളത്തിലുള്ളതും ഇന്ത്യയിലുള്ളതുമായിട്ടുള്ള മിക്ക രാഷ്ട്രീയക്കാരും പഠിക്കുന്നതും മനസ്സിലാക്കുന്നതും വളരെ നന്നായിരിക്കും. കാരണം അതിനേക്കാളൊക്കെ അപ്പുറമാണ് ജനത്തിൻ്റെ ശക്തി എന്ന് പറയുന്നത്. ആ ജനത്തിൻ്റെ ശക്തിയെ തടയാൻ പറ്റാത്തത് കൊണ്ടാണ് വഖർ ഉസ്സമാൻ എന്ന് പറയുന്ന അവിടുത്തെ ഏറ്റവും വലിയ സൈനിക ഉദ്യോഗസ്ഥൻ പോലും ഞങ്ങൾക്ക് ഇത് തടഞ്ഞു നിർത്താൻ കഴിയില്ല, നിങ്ങൾ 45 മിനിറ്റിനകം ഈ രാജ്യം വിട്ട് പോകണം എന്ന് ഷെയ്ഖ് ഹസീനയോട് പറഞ്ഞതും 76ാമത്തെ വയസ്സിൽ രാജ്യം വിട്ട് ഷെയ്ഖ് ഹസീനക്ക് ഓടേണ്ടി വന്നതും എന്ന് നമ്മുടെ ഇവിടുത്തെ രാഷ്ട്രീയക്കാരും ഓർക്കുന്നത് നന്ന്.